ഹലോ ഗൈസ്, വെൽക്കം ടു അനി ഡ്രീംസ് ചാനൽ. ഇപ്പോൾ ഞാൻ രാവിലെ തന്നെ ടെറസിൽ വന്നതാണ് ഗൈസ്. ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് നനച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചീരയൊക്കെ ഉണ്ട് ഗൈസ്, ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ 4 ദിവസമായിട്ട് പനിയായിരുന്നു കേട്ടോ, അപ്പോൾ റെസ്റ്റിലായിരുന്നു. അപ്പോൾ അതൊന്നും പറിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും കുറച്ച് പറിച്ച് കൊണ്ടുപോയിട്ട് തോരൻ വെച്ച് ചോറിന് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ്. വായിക്കൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേമ്പും കറിയാണ് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് വെച്ചത്. ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച ശേഷം ഇതൊക്കെ ഒന്ന് പറിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. എല്ലാതരം ചീരയുണ്ട് കേട്ടോ, അതൊക്കെ നമ്മൾ പറിച്ചെടുക്കാനിന്ന് ഒരു നേരത്തേക്കുള്ളത് കിട്ടും. ഇതൊക്കെ ഒന്ന് പറിച്ച ശേഷം അതിൻ്റെ ഇടയ്ക്ക് പുല്ലും ചെടികളൊക്കെ ഉണ്ട് ഗൈസ്, അതൊക്കെ ഒന്ന് പറിച്ചു വിടണം. അപ്പോൾ ആദ്യം ഈ ചീരയൊക്കെ ഒന്ന് പറിച്ചിട്ട് അതിൻ്റെ ഒപ്പം ഉള്ളിത്തണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ടാണ് തോരൻ വെക്കുന്നത്. അതിൻ്റെ ഒപ്പം കാന്താരി മുളകും ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. തക്കാളി തൈയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്, അതൊക്കെ നമ്മൾ പറിച്ചിട്ടൊന്ന് മാറ്റി നട്ടു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് പെയിൻറ്റിങ് ഡപ്പയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ആ മണ്ണൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കട്ട പിടിച്ച് കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ അത് നമുക്കൊന്ന് കുത്തി കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് കുതിർന്ന് വന്നോളും. അപ്പോൾ നമ്മൾ അതിൽ തന്നെ തക്കാളി ചെടി നട്ടു കൊടുക്കുക. തൈ ഒരു 10-15 തൈ വലുത് നോക്കി പറിച്ചിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചീരയൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അതിൻ്റെ ഇടയ്ക്കാണ് ഈ തക്കാളി തൈയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ആപ്പിൾ തക്കാളിയാണ്. അപ്പോൾ അതും പറിച്ച് നട്ടു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏതായാലും അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കുതിർന്നോളും ഗൈസ്. അപ്പോൾ ചീരത്തോരൻ വെച്ചിട്ട് നമ്മൾ വന്നിട്ട് അത് നട്ടു കൊടുക്കാം. എല്ലാതരം ചീരയുണ്ട് ഗൈസ്, അതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചീര ഒരു നേരത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കാന്താരി ചെടി ഒരു 5-6 മുളക് എടുത്തിട്ടുണ്ട്, വയലറ്റ് കാന്താരിയിൽ. ഇതൊക്കെ വലിയ ജീരകം, കടുക്, ഉള്ളി നട്ടതൊക്കെ പിന്നെയും കിളുത്ത് വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ 2 പ്രാവശ്യം ഈ തണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് 3-ാമത്തെ പ്രാവശ്യമാണ് വന്നിരിക്കുന്നത്. അപ്പം ചീരയും വന്നിട്ടുണ്ട്. അന്ന് പറിച്ചെടുത്തതോടെ ശരി, പിന്നെ എടുത്തിട്ടില്ലല്ലോ. ഇപ്പോൾ നല്ല ഫ്രഷായി പിന്നെയും വളർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നേരം ചീരയും പറിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഈ പെയിൻറ്റിങ് ഡപ്പയിലൊക്കെ ഒന്ന് മണ്ണ് കുത്തി കൊടുത്ത ശേഷം വെള്ളം ഒന്ന് നനച്ച് കൊടുക്കാം. എന്നിട്ട് ചീരത്തോര വയ്ക്കാൻ പോവാം. അപ്പോഴത്തേക്കും മണ്ണൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടും. നമുക്ക് ചെടികളൊക്കെ നട്ടു കൊടുക്കാം, തക്കാളി ചെടികൾ. അപ്പോൾ ഞാൻ ഈ ബക്കറ്റിലും ഈ ചാക്കിലൊക്കെ കുറച്ച് വഴുതന വിത്തിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ചെറുതായി വന്നിരിക്കണേ. ഏതായാലും ഒരാഴ്ച എടുക്കും ഒരു വിധം ആകണമെങ്കിൽ. നമുക്കിത് മാറ്റി ക്രൗ ബാഗിലൊക്കെ നട്ടു കൊടുക്കണം. അങ്ങനെ ഉള്ളിത്തണ്ടൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതും പറിച്ചെടുത്തിട്ടുണ്ട്. ചീരയും കുറച്ച് കിട്ടി ഒരു നേരത്തേക്കുള്ള. അപ്പോൾ ഇത് രണ്ടും കൂടിയാണെന്ന് ഞാൻ വെക്കാൻ പോണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചെറിയുള്ളിയും കാന്താരി മുളകൊക്കെ നല്ല ചതച്ചിട്ട് വെളിച്ചെണ്ണയിൽ നമ്മൾ തോരൻ വെച്ച് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചേമ്പും കറിയൊക്കെ കഴിക്കാം. അങ്ങനെ 2-3 വെള്ളത്തിൽ കഴുകിയെടുത്ത് ചീരയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ചെറിയുള്ളിയും പിന്നെ കാന്താരിയും ഒന്ന് ചതച്ചെടുക്കാം കല്ലിൽ. ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റിയെടുത്ത ശേഷം നമ്മൾ അടുപ്പത്ത് പാൻ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ചതച്ച ചെറിയുള്ളിയും കാന്താരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് ചീരയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത ശേഷം ലേശം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ചീരത്തോരൻ റെഡിയാവും ഗൈസ്. ഇതിൻ്റെ ഒപ്പം നമ്മൾ തേങ്ങ ഇതൊന്നും വേണ്ട കേട്ടോ. കാന്താരിമുളക് ചെറിയുള്ളി ഇട്ട് കൊടുത്തത് കൊണ്ട് നമ്മളതിലേക്ക് വെളിച്ചെണ്ണയല്ല ഗൈസ് ഒഴിച്ച് കൊടുക്കും. ഇത് കറികളൊന്നും വേണ്ട ഗൈസ്, ഇത് തന്നെ നമ്മൾ കൂട്ടി കഴിക്കാൻ ചോറിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വായിക്കൊന്നും പിടിക്കില്ല ഗൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഹെൽത്തും ആണ് കേട്ടോ ചീരയൊക്കെ കഴിക്കണത്. അങ്ങനെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചേമ്പും കറിയാണ് വെച്ചത്. അപ്പോൾ ഏതായാലും ഞാൻ അടുപ്പിട്ടപ്പോൾ 2-3 ചേമ്പ് ചുട്ടെടുത്തിട്ടോ. ഇതിൻ്റെ അപ്പോൾ കാന്താരി മുളകും ചെറിയുള്ളിയും ചതച്ചതും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് കഴിച്ച് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ കോമ്പിനേഷൻ നല്ലതാണ്, നല്ല ഹെൽത്തുമാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ടെറസിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ചെടികളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കടുക് ചെടിയും തക്കാളി ചെടിയും ഉള്ളി അതെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും തക്കാളിയൊക്കെ കണ്ടില്ലേ, നല്ലോണം വളർന്നിട്ടുണ്ട് ഗൈസ്. ഇത് പറിച്ചൊന്ന് നട്ട് കൊടുക്കാം.
കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല വലിയ തൈ നോക്കിയിട്ട് ഒരു 10-15 പറിച്ച് നടാണേ. അപ്പോൾ ഏതായാലും നല്ല മണ്ണാണ് കേട്ടോ, അത് നല്ല പിടിച്ചു കിട്ടും ഗൈസ്. നല്ല രസമാണ് കാണാൻ, കണ്ടില്ലേ. ഇതൊക്കെ നാടൻ തക്കാളിയാണ്. അപ്പോൾ അപ്പുറത്ത് ഞാൻ കുറച്ച് ആപ്പിൾ തക്കാളി പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് പറിച്ച് നട്ട് കൊടുക്കാം ഗൈസ്. ഞാൻ ഡപ്പിയിലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മണ്ണൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്, അതിലാണ് നട്ട് കൊടുക്കുന്നത്. ഞാൻ വലിയ തൈ നോക്കി പറിച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇടയ്ക്ക് ചെടിച്ചട്ടിയിലൊക്കെ ഒന്ന് നട്ട് കൊടുക്കണം. ബാക്കിയുള്ളത് കുറച്ച് ക്രൗ ബാഗിലും ചെടിച്ചട്ടിയും കുറച്ച് മേടിക്കണം ഗൈസ്. അപ്പോൾ ഏതായാലും മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വഴുതന തൈ ഞാൻ ഏതായാലും ഒരാഴ്ചൻ്റെ ഉള്ളിൽ അത് റെഡിയാവും. അപ്പോഴത്തേക്കും നമ്മൾ അതൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ നട്ട് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം പറിച്ചു കൊടുത്തിട്ട് നമ്മളിത് നട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എല്ലാത്തിലും 2 തൈ വെച്ചാണ് നടണത്. ബാൽക്കണി സൈഡിലാണ് കൊണ്ടുപോയി വെക്കണം. അവിടെ ആകുമ്പോൾ കമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ നമ്മളൊരു കോലൊക്കെ സൈഡിൽ ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് കയറിട്ട് കെട്ടാണെങ്കിൽ ആ കമ്പിയിൽ ഇങ്ങനെ പിടിച്ച് വളർന്നോളും ഗൈസ്, നല്ല കായ്ച്ചോളും. കുറച്ച് വലുതായിട്ട് നമ്മൾ അതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ അതെല്ലാത്തിലും നട്ട് കൊടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അതുപോലെ പെയിൻറ്റിങ് ഡപ്പിയിലാണ് കേട്ടോ ഞാൻ നട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിൽ നന്നായി വന്നിരുന്നു കേട്ടോ. അപ്പോൾ ആ വിശ്വാസത്തിലാണ് ഞാൻ എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്കതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഗൈസ്. 10-15 ഡപ്പിയോളം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാത്തിലും ഞാൻ 2 തൈയാണ് വെച്ച് കൊടുത്ത് ഇതിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഈ കമ്പിയുടെ സൈഡിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പുറത്ത് ഇപ്പുറത്ത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ കമ്പി ഉണ്ടല്ലോ ഗൈസ്, അപ്പോൾ അവിടെ നമ്മൾ നൂലിട്ട് കെട്ടി കൊടുക്കുകയാണെങ്കിൽ അതിൽ പിടിച്ച് വന്നോളും. അപ്പോൾ ആ മുളക് തൈയൊക്കെ വെച്ചതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളിനി എല്ലാത്തിനും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ സൈഡിൽ ഇങ്ങനെ വന്നോളും, ഈ സൈഡിൽ ഇപ്പുറത്ത് ഇങ്ങനെ പിടിച്ചോളും ഗൈസ്. അങ്ങനെ വിചാരിച്ചിട്ടാണ്. നമ്മൾ വേണമെങ്കിൽ പച്ച കമ്പുകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടൊന്ന് സൈഡിലൊന്ന് കുത്തി വെച്ചിട്ട് നൂൽക്കമ്പിയിട്ട് കെട്ടി കൊടുത്താൽ മതി, അല്ലെങ്കിൽ കയറിട്ടും കെട്ടി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഗൈസ്. ഞാൻ രാവിലെ എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. താഴെ പൂച്ചെടികളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം മേളിൽ വന്നിട്ട് ടെറസിലുള്ള ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഏതായാലും നമ്മൾ ഇതിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിനി താഴെ പോയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് ഗൈസ്, അതൊക്കെ നോക്കണം. ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുളക് ചെടിക്കും എല്ലാത്തിനും, തക്കാളി ചെടിക്കും എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം റോസ് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാം ഗൈസ്. ഇപ്പം ഞാൻ ആദ്യം നട്ട റോസ് ചെടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലോണം പൂവെടുക്കും ഗൈസ്. നമ്മൾ ആദ്യം വരുന്ന മുട്ടൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ ശേഷം രണ്ടാമത് വരുന്ന മുട്ടൊക്കെ വിടാം കേട്ടോ. അത് നല്ലൊരു ടിപ്സാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലോണം പൂവെടുക്കും ഗൈസ്, നല്ല രസമാണ് കാണാനും. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് പോവാം. താഴെ ചെടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ആദ്യം നട്ടതൊക്കെ. ഞാൻ ജമന്തി ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്, അതൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം നട്ടതാണ് കേട്ടോ. ഈ ജമന്തി ചെടിയിൽ നല്ലോണം പൂത്തിട്ടുണ്ട് ഗൈസ്. നല്ല പൂവെടുക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ കഞ്ഞിരവെള്ളം പുളിപ്പിച്ചിട്ട് അരികഴി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ഒപ്പം കുറച്ച് പച്ചവെള്ളം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലോണം പൂവെടുക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്